അല്ല ചേട്ടനുമായിട്ടുള്ള റിലേഷൻ എങ്ങനെയാണ്? ചേട്ടൻ്റെ ചേട്ടനാണ്, അതന്നെയുള്ളൂ. അതെനിക്കറിയാം, എങ്ങനെയല്ലേ ചോദിച്ചത്. പണ്ട് കാലത്ത് എത്ര വർഷം അത്രയും പറയണ്ടോ? അത്രയും പറയണ്ട. അല്ല അത്രയും പ്രായമുണ്ടോ? എനിക്ക് പറയുന്നില്ല, ഞാൻ പണ്ടത്തെ കാലത്തെ എന്താണ് ഉദ്ദേശിച്ചത്. അമ്മ അഭിനയിക്കുവോ? അമ്മ ഇതിൽ ചെറുതായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ നമസ്കാരം. നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന നമ്മുടെ അഞ്ചക്കള്ള കോക്കാൻ എന്ന സിനിമയിലെ ഡയറക്ടറാണ് ഉല്ലാസ് ചേട്ടൻ. വെൽക്കം ചേട്ടാ, സ്വാഗതം. സത്യം ചോദിക്കട്ടെ, ഈ അഞ്ചക്കള്ള കോക്കാൻ എന്നുള്ള ടൈറ്റിൽ എങ്ങനെയാണ് ശരിക്കും മനസ്സിൽ വന്നത്? ഇതിനിങ്ങനെ ഒരു സിനിമയ്ക്ക് ഈ ഒരു പേര് വെക്കണം മനസ്സിൽ ചെറുപ്പം മുതലുണ്ട്. ഞാൻ ചെറുപ്പം മുതൽ കേട്ടു വളർന്നേക്കുന്ന ഒരു പേരാണ് അഞ്ചക്കള്ള കോക്കാൻ. സിനിമയ്ക്ക് വെക്കണമെന്ന് തോന്നിയത് ആ സിനിമ ഈ നമ്മുടെ ഇന്നർ സെൽഫിനോടുള്ള ഒരു പേടിനെ കുറിച്ചിട്ടൊക്കെ ഈ പടത്തിൽ നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട്. നമുക്കുള്ള പേടികളെ കുറിച്ചിട്ടും ചെറുപ്പത്തിലുള്ള ട്രോമയെ കുറിച്ചിട്ടൊക്കെ. അപ്പോൾ ഇതിൽ നല്ലൊരു ടൈറ്റിൽ ഉണ്ടായിരുന്നില്ല വെക്കാനായിട്ട്. സോ ഞാനത് അങ്ങനെ എടുത്തു വെച്ചാണ് അഞ്ചക്കള്ള കോക്കാൻ എന്നുള്ളത്. ചെറുപ്പത്തിലെ അമ്മ പഠിപ്പിക്കുമായിരുന്നോ? എല്ലാ അമ്മമാരെ പോലെ കിടന്ന് ഉറങ്ങിക്കോ അല്ലെങ്കിൽ അഞ്ചക്കള്ള കോക്കാൻ വന്ന് പിടിച്ചോണ്ടോ എന്നൊക്കെ പറയാറുണ്ടായിരുന്നു. അപ്പൊ അമ്മ പണ്ടേ ഇങ്ങനെ പേടിപ്പിക്കുന്നതുകൊണ്ട് ആ ഒരു സംഭവം മനസ്സിലുണ്ട്. അത് എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ ഉണ്ടാവാം. ഇപ്പോ എൻ്റെ ഓർമ്മയിൽ അമ്മ എങ്ങനെ പറയുമ്പോഴേക്ക് നമുക്കറിയാം ഇങ്ങനൊരു അഞ്ചക്കള്ള കോക്കാനൊന്നും റിയലി ഇല്ലാന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. എന്നാലും നമ്മൾ ആ പേരിനോടുള്ള കൗതുകമാണ്. ഇത്രയും ഹിറ്റ് ആവും വിചാരിച്ചായിരുന്നു ഈ സിനിമ? അല്ല, അങ്ങനെ ഞാൻ ഒന്നും വിചാരിച്ചില്ല. കാരണം നമുക്ക് ആൾക്കാർക്ക് ഇത് ഇഷ്ടപ്പെടുവോ ഇഷ്ടപ്പെടില്ലേ എന്നുള്ളതല്ല, ഇങ്ങനെ ഒരു ഇച്ചിരി ഡിഫറെൻ്റ് ആയിട്ടാണ് പറയുന്നത്. ഈ കഥ എങ്ങനെ എടുക്കാം, എങ്ങനെ മനോഹരമായിട്ട് അവതരിപ്പിക്കാം എന്നുള്ളതാണ് ഞാൻ കൂടുതൽ ട്രൈ ചെയ്തത്. അപ്പോൾ ഞാൻ എന്നെ ഒരു ഓഡിയനായിട്ടാണ് കാണുന്നത്, ഇവിടുത്തെ ഒരു നല്ല ഓഡിയനായിട്ട്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടാൽ ഇവിടുത്തെ ജനങ്ങൾക്കും ഇഷ്ടപ്പെടാം. അപ്പോൾ അങ്ങനെയാണെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ അതിൻ്റെ റിസൾട്ട്സ് വരുമ്പോൾ. ഞാൻ സിനിമ കണ്ടപ്പോൾ എനിക്ക് ആ നമ്മുടെ ഡാൻസ് വിത്ത് സ്റ്റണ്ട് ഇല്ലേ, ആ സോങ്ങിന്റെ കൂടെ ഉണ്ടായിരുന്ന അതൊരു രക്ഷ ഉണ്ടായിരുന്നില്ല. എന്തായാലും അത് ശരിക്കും അങ്ങനെ ഷൂട്ട് ചെയ്ത് വന്നപ്പോൾ അങ്ങനെ ആ ഒരു ലെവൽ എത്തിയതാണോ അത് ഓൾറെഡി അത് സ്ക്രിപ്റ്റഡ് ആയിരുന്നു? അപ്പൊ അതിനകത്ത് കാസ്റ്റ് ചെയ്ത ഇപ്പൊ കുറെ പേരെ കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് തന്നെ വ്യത്യസ്തമായ ആൾക്കാരെയാണ് നമ്മൾ അതിനകത്ത് കണ്ടത്. അപ്പൊ ആ കാസ്റ്റിംഗ് ഒക്കെ എങ്ങനെയായിരുന്നു? ഇവരൊക്കെ എവിടെ നിന്ന് കിട്ടി? ഇപ്പോ ഈ ക്യാരക്ടേഴ്സിന്റെ പേര് ഗില്ലാപ്പിയാണ്, ബ്രദേഴ്സ് ആണ് അവരെ നമ്മൾ എഴുതുമ്പോൾ തന്നെ അവരായിരുന്നു. ഇപ്പൊ എനിക്ക് അതിൽ അഭിനയിച്ച മെറിൻ, സംസാരിക്കുന്ന മെറിൻ എനിക്കറിയാം, അങ്കമാലി ഡാൻസിൽ അഭിനയിച്ചിട്ടുള്ള അല്ലാണ്ട് തന്നെ എനിക്കറിയാം, അതിന് മുമ്പും അറിയാം. ഞാൻ അന്നേ മെറിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു പരിപാടി വരും, അപ്പൊ നീ ഫ്രീ ആയിരിക്കുക, മുടി വളർത്താനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രവീൺ ഓണാദ്രാൻ എനിക്ക് നേരെ പരിചയമില്ല. ഞാനിവിടെ എത്തിയപ്പോൾ തന്നെ പ്രവീണിനെ കോൺടാക്ട് ചെയ്തിട്ട് നേരിട്ട് കണ്ട് ഈ കഥ പറഞ്ഞ് ഇങ്ങനെ ഒരു മുടിയൊക്കെ വളർത്തി ഇതിനു വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കാൻ പറഞ്ഞിരുന്നു. രണ്ടുപേരും ബ്രില്യൻ്റ് ആക്ടേഴ്സാണ്. അവർക്ക് വേറെ ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല, അവർ തന്നെയായിരുന്നു ഗില്ലാപ്പികൾ. പിന്നെ ഈ ഷാപ്പിലെ ഫൈറ്റ്, ഡാൻസ് ഒക്കെ അങ്ങനെ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അല്ല, ഈ ചിപ്പൻ, നടവരം, അങ്ങനെ ഒരു ക്യാരക്ടേഴ്സിന്റെ പേരൊക്കെ ലൊക്കേഷൻ ഹണ്ട് ചെയ്തു. ലൊക്കേഷൻ ഹണ്ട് ഒരുപാട് ഞാൻ അന്വേഷിച്ച് നടന്നു. നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന സ്ഥലം അതിപ്പോൾ ഏറ്റവും അടുത്ത് തന്നെ കിട്ടി. ഇടുക്കി വണ്ടിപ്പെരിയാർ എന്ന സ്ഥലത്താണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ പ്രേക്ഷകർക്ക് ഒരു ലാഗ് ഇല്ലാണ്ട് തന്നെ ഈ ഒരു സിനിമ ഇങ്ങനെ ഇരുത്തിക്കൊണ്ട് പോകും. നമ്മൾ അടുത്ത എന്താണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എൻജോയ് ചെയ്ത് പോകുന്നത്. ശരിക്കും ഇതിന്റെ എഡിറ്റിങ്സും ഈ കളർ ഗ്രേഡിങ്സും ഒക്കെ വെറൈറ്റി ആയിട്ടുണ്ട്. കാരണം ഇത്രയും സിനിമാസ് നമ്മൾ ഒരുപാട് സിനിമകൾ കാണുന്നുണ്ട്, പക്ഷെ മറ്റേ എന്താ പറയുക, ഭയങ്കരമായിട്ട് കളർഫുൾ ആക്കാതെ, പക്ഷെ എന്നാൽ കളർഫുൾ ആണെന്ന് വെച്ചാൽ കളർഫുൾ ആണ്, എന്നാൽ ഒരു വെറൈറ്റി ഗ്രേഡിംഗ് ഒക്കെ ആയിരുന്നു. അപ്പൊ അതൊക്കെ ഗ്രേഡിംഗ് ഒക്കെ നമ്മൾ ഈ ഗ്രേഡിംഗ് തന്നെ വേണമെന്ന് തീരുമാനം ഉണ്ടായിരുന്നു. എഡിറ്റിംഗിൽ എന്താ സംഭവിച്ചത്, ഡെഫിനറ്റ്ലി ഈ ഒരു എഡിറ്റ് പാറ്റേൺ ആണ് ഈ കഥ പറയാൻ നല്ലത്. അപ്പൊ അത് തന്നെയാണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഞങ്ങൾക്ക് പോസ്റ്റിൽ കുറച്ച് ടൈം കിട്ടിയിരുന്നു, അപ്പോൾ അത് ഞങ്ങൾ മാക്സിമം യൂസ് ചെയ്തിട്ടുണ്ട് പോസ്റ്റ് പ്രൊഡക്ഷനിൽ. അപ്പോൾ എഡിറ്റ് ഒക്കെ നമുക്ക് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ, അല്ലെങ്കിൽ അത് വേണ്ട, അത് വർക്ക് ആവുന്നില്ല, തിരിച്ചിങ്ങനെ ട്രൈ ചെയ്യാം, അതൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ സിനിമയിലോട്ട് വരണമെന്ന് പണ്ട് തൊട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു? ഇല്ല, അങ്ങനെ ഇല്ല, സിനിമ ഇഷ്ടമായിരുന്നു, അത്രേ ഉള്ളൂ. അല്ല, ചേട്ടനുമായിട്ടുള്ള റിലേഷൻ എങ്ങനെയാണ്? ചേട്ടൻ്റെ ചേട്ടനാണ്, അതന്നെയുള്ളൂ. അതെനിക്കറിയാം, എങ്ങനെയല്ലേ ചോദിച്ചത്. ചേട്ടൻ വേഴൊക്കെ കിട്ടാൻ ഞങ്ങൾ തമ്മിലുള്ള ഏജ് ഡിഫറൻസ് ഉണ്ട്, 10.5 years ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ സാധാരണ നമുക്ക് അതിൻ്റെ ഒരു റെസ്പെക്ട് അങ്ങനത്തെ ചേട്ടനാണ്. പിന്നെ ചിരിയും കളിയൊക്കെ ഉണ്ട്. നമ്മളങ്ങ് വീട്ടില് വഴക്കൊക്കെ ഇടുവോ? വഴക്കൂടും, സ്നേഹവും കൂടും. ആരെങ്കിലും വഴക്കിടുമ്പോ ആരാ വന്ന് മിണ്ടുന്നേ? അങ്ങനെ വഴക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്പരമുള്ള വഴക്കല്ല, ചേട്ടൻ പറയാൻ ഞാൻ കേൾക്കുക, അത്രേ ഉള്ളൂ. ഞാൻ തിരിച്ചങ്ങനെ. സിനിമയിൽ എങ്ങനെ ഇൻഫ്ലുവൻസ്, ചേട്ടന്റെ ഒരു സപ്പോർട്ട് എങ്ങനെയായിരുന്നു? ചേട്ടൻ്റെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ചേട്ടൻ ഒരു വളരെ ആക്സിഡന്റലി ഫിലിം ആക്ടർ ആയതാണ്. ചേട്ടൻ്റെ സപ്പോർട്ട് എന്ന് പറഞ്ഞപ്പോൾ ചേട്ടൻ ഇവിടെ അഭിനയിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഞാൻ വേറെ വർക്കൊക്കെ ആയിട്ട് പുറത്തൊക്കെയാണ്.
അപ്പോൾ ചേട്ടനോട് ഞാൻ ചോദിച്ചു മനസ്സിലാക്കാറുണ്ട് സെറ്റിൽ എന്തൊക്കെ സംഭവിക്കുന്നത്, ഈ ക്യാരക്ടർ എങ്ങനെയാണ് ചേട്ടൻ ചെയ്തത്, അല്ലെങ്കിൽ ഈ ഡയറക്ടർ എങ്ങനെയുണ്ട്, ഇതാരാ. അപ്പോൾ അങ്ങനെയുള്ള ഇത് ഒരു എന്താ പറയുക, ചേട്ടൻ ആക്ടറായ ടൈം മുതൽ ഇത് ചെയ്യുന്നുണ്ട്. 1-2 ലൊക്കേഷനിൽ ചേട്ടൻ എന്നെ കൊണ്ടേ കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ യോബിൻ്റെ പുസ്തകം, പിന്നെന്താണ് ഇപ്പോൾ ഡാഗിനി എന്ന് പറഞ്ഞ ഫിലിം, അതൊക്കെ ഞാൻ പോയി കണ്ടിട്ടുണ്ട്. ഒരു ദിവസമൊക്കെ അങ്ങനെ പോയി കണ്ടിട്ടുണ്ട് എങ്ങനെ ഷൂട്ടിംഗ് നടക്കുന്നതെന്ന്. ചേട്ടൻ്റെ തന്നെ മറ്റേ ഷോർട്ട് ഫിലിം പാമ്പിച്ചി എന്ന് പറഞ്ഞാൽ അതിനകത്ത് തെയ്യമാണല്ലോ ബേസ് ചെയ്തേക്കണം. അപ്പൊ അത് ചേട്ടൻ പഠിച്ചിട്ടാണോ അതോ ഇങ്ങനെ മീൻസ് ഫുൾ അതിനെ കുറിച്ച് വായിച്ച് പഠിച്ചിട്ടാണോ അത് ചെയ്യാതിരുന്നത് അതോ? ഞാൻ ഈ ചിത്രത്തിലോട്ട് വരുമ്പോൾ നേരത്തെ ഒരു കാര്യം കൂടി ആഡ് ചെയ്യണം. ഞാൻ അത് കഴിഞ്ഞിട്ട് അങ്കമാലി ഡയറക്ടർ പോലത്തെ ഒരു പടത്തിൽ അഭിനയിക്കും, അതിന്റെ എക്സിക്യൂഷനും ഉണ്ടായിരുന്നു. അപ്പൊ ആ എക്സ്പീരിയൻസും ഉണ്ട്. പാമ്പിച്ചിലോട്ട് വരുമ്പോൾ ഒരു തെയ്യം ഞാൻ കണ്ടൊരു ഡോക്യുമെന്ററിയുടെയാണ് ഇങ്ങനെ നമ്മുടെ കലാരൂപങ്ങളോട് കൂടുതലൊരു ഇഷ്ടം. ചെറുപ്പത്തിൽ പഠിച്ചിട്ടുണ്ട് ഇതിനെ കുറിച്ചിട്ട്. പക്ഷെ ആ ഡോക്യുമെന്ററി നമുക്കൊരു ഐ ഓപ്പണർ ആയിരുന്നു എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പൊ തെയ്യത്തിലോട്ട് വരുമ്പോൾ ഞാൻ തെയ്യം നേരിട്ട് കണ്ടിട്ടില്ല. അത് യൂട്യൂബിൽ കിട്ടിയതും വായിച്ചതും പിന്നെ നമ്മുടേതായ ഇന്റർപ്രിട്ടേഷൻ ആണ് നമ്മൾ ഈ പാമ്പിച്ചിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ആട്ടാണല്ലോ അത് പാരട്ട് മറ്റേ പോരാട്ടല്ലേ, പോരാട്ടം. ഞാൻ ആക്ച്വലി അതൊക്കെ കാണുന്നത് കേട്ടിട്ടുണ്ട്, പക്ഷെ അത് കണ്ട് രസിച്ചത് ശരിക്കും സിനിമക്കകത്ത് തന്നെയായിരുന്നു. അപ്പൊ ഈ പൊറാട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എന്റെ വീട്ടിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിന്ന് പൊറാട്ട നാടൻ കളിക്കാണ്ട് കയറി പോടാന്നൊക്കെ. അപ്പോൾ പൊറാട്ട നാടൻ അങ്ങനെ ഉള്ളൊരു ടൈം അല്ല. പൊറാട്ട നാടൻ ഒരു ആക്ച്വൽ കുറച്ച് അനുഷ്ഠാന കലയും കൂടിയാണ്. നല്ലൊരു ഒരു കലാരൂപമാണ്. അതിനെ കുറിച്ച് ആരും എക്സ്പ്ലോർ ചെയ്തിട്ടില്ല എന്ന് തോന്നി. ഈ സിനിമയൊക്കെ എനിക്ക് എക്സ്പ്ലോർ ചെയ്യണം ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ വളരെ മിനിമലായിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. അത് ശരിക്കും ഹാസ്യം ബേസ് ചെയ്തിട്ടാണോ? ഫുൾ വയലൻസ്, എന്റെ ഇന്റർപ്രിട്ടേഷൻ ആണല്ലോ. ഐ മീൻ നമ്മളത് എഴുതുമ്പോൾ എന്റെ കൂടെ എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരു കോറൈറ്റർ ഉണ്ട്, നിഖിൽ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞങ്ങൾ സംസാരിച്ചിട്ട് ആണ് ഇത് എഴുതുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ അതിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നത്. ഈ അച്ചക്കള്ളക്കോക്കാൻ പൊറാട്ട ഒരു ഇച്ചിരി വയലന്റ് ആയിട്ടുള്ള ഒരു പൊറാട്ടാണ്. അപ്പൊ അത് അങ്ങനെ തന്നെ അത് ഫുൾ ഇങ്ങനെ കണ്ടിരുന്നു ഈ പൊറാട്ടം എന്ന് പറയുന്ന സംഭവം കണ്ടിട്ട്? അല്ല, എഴുതി കഴിഞ്ഞ് അതിലോട്ട് ഈ പൊറാട്ട അവതരിപ്പിക്കാനായിട്ട് ഒരു പൊറാട്ട ടീമിനെ പോയി കാണണമായിരുന്നു. അന്നാണ് ഞാൻ കാണുന്നത്. എഴുതി കഴിഞ്ഞ് ഏകദേശം മെയിൻ കണ്ടന്റ് ഷൂട്ടും കഴിഞ്ഞ് ഇതില് പൊറാട്ട എന്ന് പറഞ്ഞിട്ട് ഒരു ഏരിയ ഉണ്ട്, ഒരു ഫ്ലാഷ് ബാക്ക് സീൻ. അത് ഞങ്ങൾ മെയിൻ കണ്ടന്റ് ഷൂട്ട് ചെയ്തിട്ട് വേറെ സ്കെഡ്യൂളിലാണ് ഷൂട്ട് ചെയ്യുന്നത്. ആ സ്കെഡ്യൂളിന് മുമ്പ് പോയിട്ട് ഇങ്ങനെ ഒരു പൊറാട്ട നാടകത്തിന്റെ ഒരു അവതരണം കണ്ടിരുന്നു. ഈ സിനിമയ്ക്കകത്ത് സ്ത്രീകൾ വളരെ ബോൾഡായിട്ടാണ് കാണുന്നത്. പണ്ട് കാലത്തൊന്നും ഇത്ര ബോൾഡ്നെസ് ഞാൻ കണ്ടിട്ടില്ല ഒരു സ്ത്രീക്കും. കാരണം ഭർത്താവിനെ ആണെങ്കിലും മീൻസ് അവര് പറയുന്ന കേട്ട് ജീവിക്കുക. പക്ഷെ ഇപ്പോഴത്തെ അത്രയും പറയണ്ട, എനിക്ക് പറയാനൊന്നുമില്ല. പണ്ടത്തെ കാലത്തെ എന്താണ് ഉദ്ദേശിച്ചത്? സിനിമയില് ഇച്ചിരി അതല്ല കണ്ടിട്ടില്ലല്ലോ. ഇല്ല, പക്ഷെ എന്നാലും ഞാൻ കേട്ടിട്ടുണ്ട്. എന്റെ അമ്മൂമ്മേന്റെ കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ എന്ന് വെച്ചാൽ അവര് ഭർത്താവ് പറയുന്നത് കേൾക്കുക, അടങ്ങി ഒതുങ്ങിയിരിക്കുക, വയലൻസും ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ അതിനേക്ക് ഇപ്പോഴത്തെ പിള്ളേർ അങ്ങനെയല്ല, ജനറേഷൻ മാറിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ ഇപ്പോഴത്തെ ജനറേഷൻ പിള്ളേരൊക്കെ കുറച്ച് സ്വന്തം കാലം നിൽക്കണം, അല്ലെങ്കിൽ അവര് ഭർത്താവ് പറഞ്ഞത് മാത്രം കേട്ട് ജീവിക്കാം, അങ്ങനെയൊന്നുമല്ല. അവർക്കൊരു തീരുമാനം. അപ്പൊ അതിനെക്കുറിച്ച് എന്താണ് തോന്നിയിരിക്കുന്നത്? അതിനെക്കുറിച്ച് എനിക്കൊന്നും തോന്നിയിട്ടില്ല. കാരണം എനിക്ക് സ്ത്രീയുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കാൻ അറിഞ്ഞോ ഞാൻ. എന്നാലും അമ്മ എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെയാണ് ചോദിക്കണെങ്കിൽ, ഇപ്പൊ നമ്മുടെ ഈ സിനിമയിലെ കഥാപാത്രങ്ങളുടെ റെഫറൻസ് എടുത്തിട്ടാണ് ചോദിക്കണമെങ്കിൽ ഈ കഥയിലെ സ്ത്രീകൾ ഇച്ചിരി ബോൾഡ് ആയിട്ടുള്ളവരാണ്. അത്രേ ഉള്ളൂ. ഓക്കെ. അപ്പൊ അമ്മ എന്ത് പറഞ്ഞു ഇങ്ങനെ ഒരു സക്സസിൽ എത്തിയിരിക്കുമ്പോ? അമ്മ എന്താ ഫീൽ ചെയ്തേ? അമ്മ ഇവിടെ എറണാകുളത്ത് പ്രിവ്യൂ കാണാൻ വന്നിരുന്നു. അതിനുശേഷം അമ്മേനെ കണ്ടപ്പോഴും എന്താ പറയാ, ഇരുന്ന് സംസാരിക്കാൻ പറ്റില്ല, തിരക്കുണ്ടല്ലോ. ഇനിയിപ്പോ ഒരു ദിവസം പോയിട്ട് വേണം സംസാരിക്കാൻ. അപ്പൊ പറയും അമ്മയ്ക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു എന്ന് ആദ്യം ചോദിക്കണം. അമ്മ എന്നാണ് ആദ്യമായിട്ട് കാണുന്നത്. ഇതുവരെ ചോദിച്ചില്ല? ഇല്ല, അപ്പൊ ചോദിച്ചില്ല, കാരണം അപ്പൊ തിരക്കായിരുന്നു. ഫോൺ ചെയ്തിട്ട് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അതാ നമുക്ക് ടൈം ഉണ്ടല്ലോ അതിന് അമ്മയായിട്ട് സംസാരിക്കാനായിട്ട്. അമ്മ അഭിനയിക്കോ? അമ്മ ഇതിൽ ചെറുതായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഏത് സീനായിരുന്നു? അതൊരു ഫ്ലാഷ് ബാക്ക് സീനില്ല. ഓക്കെ. അടിപൊളി. എന്തായാലും പിന്നെ അതുപോലെ നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു പ്രശ്നത്തില് സത്യഭാമ എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരി കലാമണ്ഡലത്തെ കളർ ഗ്രേഡിങ് മീൻസ് കളർ എന്നുള്ള ഒരു കാര്യം ഇഷ്യൂ വന്നില്ലേ, ബ്ലാക്കിഷ്. അങ്ങനെ സൗന്ദര്യമുള്ളവർക്ക് മാത്രമേ മോഹിനിയാട്ടം ആടാൻ പറ്റുള്ളൂ, അല്ലാത്തവർ. ഞാൻ അതിനെ കുറിച്ചിട്ട് പഠിക്കുകയോ അത് റിസർച്ച് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. എനിക്ക് അതിന്റെ ഒരു ഇങ്ങനൊരു പ്രശ്നം അവിടെ എവിടെ നടന്നിരുന്നു ഞാൻ കേട്ടിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു. എന്താണ് ചോദ്യം? അല്ല, ഞാൻ ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ ഇപ്പൊ ഈ ആ ഒരു ബേസ് ചെയ്തിട്ട് ഇപ്പൊ ചേട്ടന്റെ മൂവീസിൽ ഫുള്ള് കളർ അങ്ങനെ നോക്കുകയാണെങ്കിൽ എല്ലാം നല്ല ബ്ലാക്ക് ആയിട്ടുള്ള, പക്ഷെ അതിനൊരു ഐശ്വര്യം ഉണ്ട് ഉള്ളത് പറയാം. പക്ഷെ അവരിത് പറഞ്ഞത് അങ്ങനെയാണ് കളറിന്റെ. അല്ല, ഇപ്പൊ വരുന്ന മൂവീസ് ഒക്കെ ഓൾമോസ്റ്റ് ബേസ് ചെയ്ത് വരുന്നുണ്ട്, അതുകൊണ്ടാണ് ചോദിച്ചത്. ഞാൻ 2021 എഴുതുകയും 22 പ്രീ പ്രൊഡക്ഷൻ, 23 ഷൂട്ട്, 24 റിലീസ് ചെയ്ത പടം ഇങ്ങനെ ഒന്ന് റിലീസ് ആയിരിക്കുമ്പോൾ ഇപ്പൊ ഇങ്ങനെ ഒരു പ്രശ്നം
അങ്ങനെ പ്രശ്നം ഉണ്ടെങ്കിൽ ഉം. അത് ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടൊന്നുമല്ലല്ലോ നമ്മൾ അതെ, അതെ, റിലീസ് ചെയ്യുന്നത്. So, അതിനോട് എനിക്കൊന്നും പ്രതികരിക്കാനില്ല. പക്ഷെ എന്തായാലും എൻറ്റയർലി സക്സസ് ആയിട്ടുണ്ട് മൂവി. എനിക്കും വളരെ ഇഷ്ടപ്പെട്ടു, പ്രേക്ഷകർക്കും അത് കാര്യം തന്നെ താങ്ക്സ്. അവരും സ്വീകരിച്ചിട്ടുണ്ട്. അപ്പൊ ചേട്ടന്റെ അടുത്ത പ്രൊജക്ട്സ് ഒക്കെ എന്താണ് ഇനി? ഇപ്പോ ഞാൻ ഇതിനു മുമ്പ് ഈ പടമല്ല ആദ്യം ചെയ്യണമെന്ന് വിചാരിച്ചു. ഇതിനു മുമ്പ് മീൻസ് സിനിമ ചെയ്യാൻ ഒരു ആഗ്രഹമൊക്കെ വന്ന ടൈമിൽ എൻ്റെ ഉള്ളിൽ ഒരു കഥയുണ്ട്, ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്. അപ്പോൾ അത് ഞാനൊരു പകുതിയൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് ടാസ്ക്. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം ഈ ഒരു കുറച്ച് സമയം ഞങ്ങൾക്ക് വേണ്ടി തന്നതിൽ. ഇനിയും മീറ്റ് ചെയ്യാൻ പറ്റട്ടെ, ഇനിയും ഇന്റർവ്യൂസ് എടുക്കാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, വിഷ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച് സർ.